ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഉണക്കമീൻ കറി ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഉണക്കസ്രാവ് ആണ്. ഉണക്കസ്രാവും പച്ചക്കായും ഇട്ടാണ് നമ്മൾ കറി വെക്കുന്നത്. അപ്പോൾ കുറച്ച് മഞ്ഞൾ പൊടി ഇടണം. അപ്പം ഇത് പച്ചമുളക്, കറിവേപ്പില, പുളി, തേങ്ങ അരപ്പ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ടാണ് അരച്ചിരിക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും രണ്ടല്ലി വെളുത്തുള്ളി അത്രയും മതി. ഉപ്പ് ഇപ്പം ഇടണ്ട. ഉപ്പ് നമുക്ക് നോക്കിയിട്ട് പിന്നെ ഇടാം. ഇത് ഉണക്കമീൻ ആയതുകൊണ്ട് ഉപ്പ് കാണും. നോക്കിയിട്ട് നമുക്ക് പിന്നെ ഇടാം. നമുക്ക് എല്ലാം ഇട്ട് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേകണം. മീനും വേകണം, കായും വേകണം. മൊത്തം പറക്കിയിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. മുളക് പൊടി വേണമെങ്കിൽ ഒരു ശകലം ഇടാം. മുളക് പൊടി ഇടുമ്പോൾ കളർ വ്യത്യാസം വരും. അപ്പം ഇങ്ങനെ ഇട്ടാലും മതി, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. അപ്പോൾ അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച് വേകണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കുറച്ചൊന്ന് പറ്റിക്കോട്ടെ. കാ വേകണം, മീനും നന്നായിട്ട് വേകാനുണ്ട്. കാ പെട്ടെന്ന് വേകും, മീൻ കുറച്ച് വേകണം. അപ്പം നമ്മുടെ മീനിൻ്റെ ചാറ് കുറച്ച് പറ്റിയിട്ടുണ്ട്. മീനെല്ലാം നല്ലതായിട്ട് വെന്ത് കായൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരപ്പ് ചേർക്കാം. ഇതുണ്ടോ, കായൊക്കെ നന്നായിട്ട് വെന്ത്. നമുക്ക് അരപ്പ് ചേർക്കണം. തീ കുറച്ച് വെച്ചിട്ട് അരപ്പ് ചേർക്കുക. ഇത് നല്ല മഞ്ഞ കളറാണ്. നമ്മുടെ ഈ ക്യാമറയുടെ ഈ കളർ കൊണ്ട് വേറൊരു കളറായിട്ടാണ് കാണുന്നത്. പക്ഷെ നല്ല മഞ്ഞ കളറാണ്. ഒന്ന് തിളയ്ക്കാൻ സമ്മതിക്കരുത്. ആവി വരുമ്പോഴത്തേക്കിനും നല്ലതായിട്ട് ഈ സ്പൂണെ കൂടെ ആവി വരും. അപ്പോഴത്തേക്കിനും നമുക്കത് വാങ്ങി വെക്കണം. അപ്പം നമുക്ക് കടുക് പൊട്ടിക്കാം. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കുക. ഉലുവ ഇടുക, കടുകിടുക. ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാവേ. അപ്പോൾ നമ്മൾ കടുക് പൊട്ടിച്ചു. ഇതിനകത്തോട്ട് നമുക്ക് ഒഴിക്കാം. അപ്പോൾ എന്താ, ഇത്രയേ ഉള്ളൂ. എല്ലാവരും കറിയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. വേറെ കറിയൊന്നും വേണ്ട. ചോറിൻ്റെ കൂടെ നമുക്കിത് മാത്രം മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും വീഡിയോ കാണുക. എന്നും ഉണ്ടാക്കുന്നതൊക്കെ എല്ലാവരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് എല്ലാവരും ഒന്ന് പറയണം എങ്ങനെയുണ്ടെന്നൊക്കെ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.